ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ അവൾക്ക് തിരിച്ചു തോന്നിക്കൊള്ളുന്ന വലിയ നിർബന്ധമുണ്ടോ? എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമോ? നമുക്കൊരാളൊരു ഇഷ്ടം തോന്നി, നമ്മളത് ആ വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മനസ്സിന്റെ പക്വത, വലിപ്പം നമുക്കുണ്ടാവണം. അതിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പെൺകുട്ടി ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവളെ പിന്തുടർന്ന് നടു റോട്ടിൽ വെച്ച് അവളെ വെട്ടിക്കൊല്ലുന്നു. വീടിനകത്ത് അതിക്രമിച്ച് കയറി അവളെ കൊന്നുകളയുന്നു. നേരെ തിരിച്ച് പെൺകുട്ടികളും നമ്മുടെ കഷായത്തിലൊക്കെ വിഷം കലർത്തി കൊടുത്ത കേസൊക്കെ കണ്ടതല്ലേ എന്റെ ഗ്രീഷ്മ. ഇപ്പൊ ഈ ഞാനീ പറഞ്ഞ കേസ് നമ്മുടെ ചുറ്റുവട്ടം തന്നെ, കോളമംഗലം ചുറ്റുവട്ടം തന്നെ ഇപ്പൊ എത്ര കേസായി. ഇതില് ഒരു ശതമാനം ശരിയുണ്ടോ? ഉണ്ടോ? എനിക്കൊരാളോട് ഇഷ്ടം തോന്നുക എന്റെ കാര്യം. പക്ഷെ ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നത് എനിക്ക് കാശ് പിടിക്കാൻ കൊള്ളാവോ? നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് അവിടെ ഇല്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളവിടെ ക്രൂസ് ചെയ്യണം അധ്യായം. അല്ലാതെ പിന്നീട് അവരെ നശിപ്പിച്ച് അവരുടെ ജീവനെടുത്ത് അല്ലാതെ നമ്മൾ ജീവൻ എടുക്കുന്നതിന് വിചാരിക്കുക. പിന്നെ എവിടെയാണ് നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതം എവിടെയാണ്? ജയിലില്. വലിയ കാര്യമുണ്ട്. ഈ കുറച്ചാളായാലും ഒരു പയ്യൻ ഇതുപോലെ തന്നെ പ്രേമിച്ച പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെടിവെച്ച് അത് കൊന്നു. കൊന്നതിന് ശേഷം അവൻ പറഞ്ഞ ഒരു ഡയലോഗാണ് ഏറെ രസം. എനിക്കറിയാം എനിക്ക് ശിക്ഷ കിട്ടുമായിരിക്കും, മാക്സിമം 14 കൊല്ലം എനിക്ക് ശിക്ഷ കിട്ടും. അതൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞാണ് ഞാൻ ഗൂഗിളൊക്കെ നോക്കി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 14 കൊല്ലം എനിക്ക് ശിക്ഷ കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞറിയുമോ ഞാൻ ജീവിക്കും. 14 കൊല്ലം കഴിഞ്ഞ് ഇവന് ഇറങ്ങി വരുമ്പോൾ ഇവന്റെ പ്രായം എന്ത്? പിന്നെ ഈ ജയിൽപ്പുള്ളിനെ കെട്ടാൻ ഏത് പെണ്ണ വരുന്നേ? ഇവനെ പേടിച്ചിട്ട് ഇവന്റെ മുഖത്ത് വരെ നോക്കുമോ? ആരെങ്കിലും ഇവന്റെ കൂടെ ജീവിക്കാൻ പോവോ? അവരെ കൊല്ലില്ലാന്നെന്താ ഉറപ്പ്? ഏതെങ്കിലും ഒരു പെൺകുട്ടി പിന്നെ ഇവന്റെ കൂടെ പോവോ? 14 കൊല്ലമായി അതിന് മുന്നേക്ക് ജീവിക്കാന്ന്. എന്ത് വിഡിത്തമാണ് നമ്മുടെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്. എന്തുമാത്രം പൊട്ടത്തരങ്ങളാ ചിന്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇപ്പോൾ ട്രെൻഡായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മറ്റുള്ളവര് അംഗീകരിച്ചോണം. പിടിവാശി. അത് ഈ കേസ് മാത്രമല്ല, ഏത് കേസിലായാലും എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് നടപ്പിലാവണം. അത് നടപ്പിലാകാൻ പറ്റിയില്ലെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. എന്ത് കൂടുതൽ ഞാൻ ചെയ്യും. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയാണോ? പിന്നാലെ നടന്ന് ഇത്തരം അക്രമങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളും ചെയ്യരുത്. നിങ്ങൾ ഇനി വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പേരെ കണ്ടുമുട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും അയൽവാസികളായിട്ടും ബന്ധുക്കളായിട്ടൊക്കെ. അവരുടെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് NSS വോളണ്ടിയേഴ്സായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ തരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ച് കേൾപ്പിക്കുക. അത് ആ കേസ് മാത്രമല്ല, എന്ത് കാര്യമാണേലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് അടിച്ച് കേൾപ്പിക്കരുത്. അത് ശരിയായ നടപടി അല്ല.